നമുക്ക് എപ്പോഴാണ് കൂടുതൽ എനർജി വേണ്ടത് ആ ഒരു സമയവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് കാർബ്സ് ഇൻക്ലൂഡ് ചെയ്യണം. തീരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. വെൽക്കം ടു ഫിറ്റ്നസ്. നിങ്ങൾക്കും ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കടലപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. വർക്കൗട്ടൊക്കെ അത്യാവശ്യം റെഗുലറായി വരുന്നുണ്ട്. കൂടെ തന്നെ ഡയറ്റും വെള്ളവും ഉറക്കവും ഒക്കെ ശ്രദ്ധിക്കാനും തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ബോഡി സ്ട്രെങ്തനിങ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പ്ലാനില്ല. നടുവേദനയും കാലുവേദനയും ഒന്നും വേണ്ട. പിന്നെ 40 കഴിഞ്ഞതും അല്ലേ. ഇന്നും പ്രോട്ടീൻ സോയ, ക്യാബേജ് ഉണ്ട്, കുറച്ച് ചോറും. ഓക്കെ, ഞാൻ 150 ഗ്രാമാണ് കുക്ക്ഡ് റൈസ് എടുക്കുന്നത്. ഇത്രയും പ്രോട്ടീനും കുറേ വെജിറ്റബിൾസും കഴിക്കുമ്പോൾ അത് ഭയങ്കര ഫില്ലിംഗ് ആണ്. മാത്രമല്ല ഇപ്പം ഞാൻ കാലറി ഒക്കെ ട്രാക്ക് ചെയ്യുന്നത് കാരണം എവിടെ കുറയ്ക്കണം എന്ന് നോക്കുമ്പോൾ എല്ലാ നേരവും കുറച്ച് കാർബ്സ് കഴിക്കാം. അല്ലാതെ ഒറ്റ മീലിൽ കുറേ കാർബ്സും ബാക്കി നേരങ്ങളിലും സ്കിപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അല്ലാതെ നമുക്കത് മോഡിഫൈ ചെയ്യാം. മേ ബി രാവിലെ ഒട്ടും കാർബ്സ് എടുക്കാതെ പ്രോട്ടീൻ മാത്രം, ഞാൻ മുട്ട കഴിക്കുന്നുണ്ട്, മുട്ട മാത്രം, എന്നിട്ട് ഉച്ചയ്ക്ക് കുറേ ഇതും ചോറ് കൂട്ടിയെടുത്തിട്ട് വൈകിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിവാക്കാം. അങ്ങനെയും ചെയ്യാം. ഏതും ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേയൊക്കെ ചേഞ്ചസ് നമുക്ക് ഡയറ്റിൽ വരുത്താം. ഇന്ന് കുക്കീസൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനത് ഒഴിവാക്കി നട്ട്സാണ് കഴിച്ചത്. വായി വെച്ചാൽ പണി കിട്ടും, പിന്നെയും കഴിക്കാൻ തോന്നും. നമ്മൾ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് ഹെൽത്തിയാണെന്ന് കരുതിയിട്ട്, മാത്രമല്ല സ്കൂളിലും പഠിക്കുന്നുണ്ടല്ലോ, മക്കൾക്കൊക്കെ ഒരു മാറ്റമുണ്ട്. വെജിറ്റബിൾസൊക്കെ അടുപ്പിക്കാത്ത ടീംസാണ്. ചെറുതായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി, അതും നിർബന്ധിക്കാതെ. മോൾക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ്സൊക്കെ വന്നിട്ടുണ്ട്. അവൾ 8ാം ക്ലാസ്സിലാണ്, സ്കൂളിലും പഠിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ചുമ്മാ തള്ളുന്നതല്ലാന്നറിയാം. അങ്ങനെ കുറേയൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിച്ചു തുടങ്ങി. ഇന്നത്തെ സ്റ്റെപ്പ് കൗണ്ട് 12,341. വെള്ളം 2 ലിറ്ററോളം കുടിച്ചു. പിന്നെ ജിം വർക്കൗട്ടും ആയിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.